പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ലിറ്റിൽ സ്റ്റാർസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം. ഒത്തിരി കലകളിൽ കഴിവ് തെളിയിച്ച ഒരു കൊച്ചുമിടുക്കനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആദിഷ് ആർ അജയ്. പേരെന്താ? ആദിഷ് ആർ അജയ്. എന്താ ചെയ്യുന്നത്? മ്യൂസിക്കിൽ എന്താണ്? പാട്ടുമാണോ പാടുന്നത്? ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ആദിഷ് വായിക്കുന്നത്? എല്ലാം വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാ വായിക്കുന്നത്? എനിക്ക് കജോം വായിക്കും, ദർബുക്ക വായിക്കും, തകില് വായിക്കും, ചെണ്ട വായിക്കും, വാദ്യോപകരണങ്ങളെല്ലാം ഡ്രംസ് പോലെയുള്ള എല്ലാം വായിക്കാൻ. എത്ര നാളായി ഇത് പഠിക്കുന്നു? ഞാൻ ഡ്രം 5 വർഷമായി, തബല പഠിച്ചിട്ട് 8 വർഷമായി. 8 വർഷമായി. അപ്പൊ ആദ്യം തബലയിലാണ് തുടങ്ങിയത് അല്ലേ? തബലയിലാണ് തുടങ്ങിയത്. എന്റെ അച്ഛന്റെ ചേട്ടൻ, എന്റെ പപ്പ ആണ് എന്നെ ആദ്യം ഇങ്ങനെ തബലയൊക്കെ ആദ്യം കാണിപ്പിക്കണത്, ചെയ്യിപ്പിക്കണത്. ഞാൻ കൊച്ചിലെ പപ്പ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ പോകും, അടുത്ത് പോയി തബലയിലൊക്കെ കൈയൊക്കെ വെച്ച് നോക്കും. അപ്പോഴേ ഗിറ്റാർക്ക് ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. എന്നെ ആദ്യം കാട്ടാക്കട ഷിബു സാറിന്റെ അടുത്ത് കൊണ്ടാക്കി. സുരേഷ് സാറിന്റെ അടുത്ത് കൊണ്ടാക്കി. അവിടെ തബലയൊക്കെ പഠിച്ചതിന് ശേഷം കാട്ടാക്കട നിതിൻ സാർ, മകേഷ് മണി സാറിന്റെ ഒക്കെ ശിഷ്യനായ നിതിൻ സാറിന്റെ അടുത്ത് പോയി. അങ്ങനെ നിതിൻ സാറിന്റെ അടുത്താണ് നിലവിൽ ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ നിതിൻ സാറിന്റെ അടുത്താണ് നിലവിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ ചെറുതിലെ പറഞ്ഞില്ലേ ഇങ്ങനെ അങ്കിളാണ് ഇങ്ങനെ തബലയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ പാരന്റ്സിന് അപ്പോൾ ഇത് മനസ്സിലാക്കിയത്? അതാണ്. അപ്പോൾ തബലയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡ്രംസിലോട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നത്? ഡ്രംസിലോട്ട് ശിവമണി സാറുണ്ടല്ലോ, ശിവമണി സാറിന്റെ ഡ്രമ്മൊക്കെ നമ്മൾ ഇടയിൽ ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം പറയുമ്പോൾ ഇന്ന് വാങ്ങിച്ചു തരാം, നാളെ വാങ്ങിച്ചു തരാമെന്ന് പറയും. പക്ഷേ വാങ്ങിച്ചു തന്നിട്ടില്ലായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഡ്രമ്മൊക്കെ എടുത്തു ഡ്രമ്മ് പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചു. പ്രാക്ടീസ് ചെയ്ത് ഞാനിപ്പോൾ നെടുമങ്ങാട് വിൽഫ്രഡ് സാറിൻ്റെ അടുത്താണ് ഡ്രമ്മ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ സ്വന്തമായിട്ടാണോ അത് പഠിച്ചുകൊണ്ടിരുന്നത്? ആദ്യം ഷിജു എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു, വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പം സാറ് എനിക്ക് ഗ്രേഡ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഗ്രേഡ് പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി വിൽഫ്രഡ് സാറിൻ്റെ അടുത്ത് പോയി. സാറ് നല്ലതായിട്ട് വായിക്കും സാറ്. ഓക്കെ. പിന്നെ വീട്ടിലെങ്ങനെയാണ് ഈ തബല ഡ്രംസിന്റെ സപ്പോർട്ട്? അമ്മ അച്ഛൻ എങ്ങനെ സപ്പോർട്ടാണ്? അമ്മയും സപ്പോർട്ടാണ്. അച്ഛനാണ് നമ്മളെ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നത്. ഞാൻ ഇങ്ങനെ ഈ ഡ്രമ്മ് ഫസ്റ്റ് ഒരു സ്റ്റേജിൽ വലിയൊരു ഷോയിലേക്കാണെന്ന് തന്നെ പുലിയൂർ ജയമർ സാറാണ് നമ്മളെ ഇത്ര ഒരു പൊസിഷനിലെത്തിയത്. സാറ് കാരണമാണ് എനിക്ക് ഇത്ര സ്റ്റേജ് വരെ കിട്ടിയത്. ഒരു ഞാൻ 8ൽ പഠിച്ചിരുന്ന സമയത്ത് ഓണ സീസൺ മാറനല്ലൂർ ഫെസ്റ്റ്, വലിയ ഫെസ്റ്റാണ്. ഫെസ്റ്റില് ഒരു ഡ്രമ്മറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഡ്രമ്മ് വായിക്കാൻ വേണ്ടി ചെന്നു. ആരുടെ ടീമാണെന്ന് പറഞ്ഞൂടാ. അപ്പോഴാണ് പറഞ്ഞത് പുലിയൂർ ജയമർ സാറിന്റെ ടീമാണ്. അപ്പൊ ഞാനും അച്ഛൻ പേടിച്ചു. ഇത്രയും വലിയ ടീമിൽ
ഞാൻ ആദ്യം ഒരു തുടക്കക്കാരനാണ്, അങ്ങനെ കയറി ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ സാറിനെ കണ്ടു, അച്ഛനായിട്ട് നേരത്തെ ഫ്രണ്ട്സാണ് ഇവർ. അപ്പം ചെന്നു, സാറ് കണ്ടു, വായിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല, വായിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം സാറാണ് എനിക്ക് തന്നത്, വലിയ ഫസ്റ്റ് പ്രോഗ്രാം. എനിക്ക് അവിടെ നിന്നാണ് പിന്നെ തുടക്കങ്ങളല്ല, സാറാണ് പിന്നെ എന്നെ കൊണ്ട് സ്റ്റേജിൽ വെച്ച് എല്ലാം പ്രാക്ടീസിനൊക്കെ വിളിക്കും. സാറാണ് എന്നെ പിന്നെ ഡ്രമ്മ് വായിപ്പിക്കാനും ഇത് സപ്പോർട്ടൊക്കെ തന്നത്. പിന്നെ എനിക്ക് സാറിൻ്റെ മിക്ക പ്രോഗ്രാമിനും എനിക്കും എൻ്റെ അനിയനും പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു. അനിയനും സിംഗറാണ്, കീബോർഡ് ആർട്ടിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, ബ്രദർ. ഓക്കെ. അപ്പോൾ ബ്രദറും രണ്ടുപേരും നല്ല ടാലന്റഡ് ആണ്. അപ്പോൾ എന്തായാലും പാരന്റ്സ് അതുപോലെ നല്ല ടാലന്റഡ് ആയിരിക്കുമല്ലോ. അച്ഛൻ ഇങ്ങനെ പണ്ട് അവിടെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പാടുകയൊക്കെ ചെയ്യും. പാട്ട് പാടും അല്ലേ? അമ്മ ഡാൻസ് ചെയ്യും. ഓക്കെ.
വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ആയിട്ട് ലൈക്ക് സ്കൂളിൽ എങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഡ്രംസിന്റെ? ഞാൻ ആദ്യം CBSE പഠിച്ചത്. അപ്പം അച്ഛപ്പം എന്നെ കലോത്സവത്തിന് വേണ്ടി ചേർക്കാൻ മാത്രം കൊണ്ടുപോയാണ് സ്റ്റേറ്റ് സിലബസിൽ കൊണ്ടാക്കിയത്. കലോത്സവത്തുള്ള മൈൻഡിൽ മാത്രമാണ് എന്നെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ 8ാം ക്ലാസ്സിലാണ് സ്റ്റേറ്റ് സിലബസിലോട്ട് പോകുന്നത്. അപ്പം തബല ആദ്യമായിട്ട് ഞാൻ കലോത്സവത്തിന് കയറുന്നത് 8ാം ക്ലാസ്സിൽ വെച്ചാണ്. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഭാഗ്യം, ഞാൻ ജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ് വാങ്ങാൻ കഴിഞ്ഞു, സ്റ്റേറ്റ് പോകാൻ കഴിഞ്ഞു. 9ാം ക്ലാസ്സിലും സബ് ജില്ലയിലും സ്റ്റേറ്റ് പോകാൻ കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ എനിക്ക് സബ് ജില്ലയിലും ജില്ല വരെ പോകാൻ പറ്റി. എനിക്ക് എൻ്റെ പഠിത്തം ഇതായതിന് എനിക്ക് സ്റ്റേറ്റ് പോകാൻ കഴിഞ്ഞു. എനിക്ക് പഠിത്തത്തിന് അച്ഛൻ പറഞ്ഞു ഇപ്പം പഠിക്കാനുള്ള ടൈമാണ് 10ാം ക്ലാസ്. പിന്നെ 10th കഴിഞ്ഞിട്ട് +1 +2 ഒക്കെ എനിക്കിപ്പം പ്രോഗ്രാം ഉണ്ട്. ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലേ? പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇപ്പൊ ചെയ്ത ഇവന്റ്സ് എവിടെയൊക്കെയാണ്? വുമൻസ് കോളേജ് വഴുതക്കാട്. പിന്നെ നല്ലൊരു സ്ഥലത്ത് സിറ്റിയിലായിരുന്നു, പാളയത്ത്. അപ്പോൾ പ്രേക്ഷകരുടെ ഫീഡ്ബാക്സ് ഒക്കെ എങ്ങനെയാണ്? എന്താണ് അവർ പറയുന്നത്? അനിയനാണ് പാട്ടൊക്കെ നമ്മൾ സ്റ്റേജ് കാര്യങ്ങളല്ലേ, സ്റ്റേജിനകത്തല്ലേ നമ്മൾ ഫുള്ള്. അനിയനാണ് വെളിയിലൊക്കെ ഇറങ്ങി ആൾക്കാരൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അനിയനാണ് ഫുൾ ഫാൻസ് സ്റ്റേജിലല്ല അനിയനാണ്. പിന്നെ എനിക്ക് സോളോ ഒക്കെ വായിക്കാൻ വരുമ്പോൾ ഞാൻ വായിക്കും, ഡ്രം ആയതുകൊണ്ട് വായിക്കാൻ. പിന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ ആദീഷിന് എന്തെങ്കിലും സ്റ്റേജ് ഫിയറോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റേജിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എന്നോട് പാട്ട് അറിഞ്ഞൂടാ. പിന്നെ പിന്നെ കേട്ട് പാട്ടൊക്കെ പോയെന്ന് പഠിച്ച് അതിന് ശേഷം പ്രാക്ടീസൊക്കെ വയ്ക്കുമ്പോൾ വായിക്കാൻ പറ്റും. ഇപ്പം കുഴപ്പമില്ല. സാറ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്റ്റേജ് എനിക്ക് കിട്ടിയത്. സാറിന്റെ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് ഒബ്സർവ് ചെയ്താണ് ഞാൻ എല്ലാ സ്റ്റേജിലും പങ്കെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ സാരഥി സുരാജ് ഞാറുമൂർ സാറിന്റെ സാരഥി ഫോക്ക് ബാൻഡിൽ ഡ്രമ്മറാണ്. ചിലമ്പാട്ടം ഫോക്ക് ബാൻഡിൽ ഡ്രമ്മറാണ്. പിന്നെ ഗാനമേള അങ്ങനെ ബാൻഡ് ഷോസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്തപ്പോൾ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രശംസയോ ഏതെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു? ഞാൻ ആലപ്പുഴ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തലടിയിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ആളുകളെല്ലാം സപ്പോർട്ടാണ്. എല്ലാവരും വന്ന് സോളോ ഒക്കെ വായിച്ചപ്പോൾ വന്ന് കൈ ഷേക്കൻ്റെ ഒക്കെ തന്നു. അങ്ങനെ തന്നെ ഇവിടെ മാറനല്ലൂര് അവിടെയും സോളോ ഒക്കെ വായിച്ചപ്പോൾ ആൾക്കാരൊക്കെ വന്നു നല്ല രീതിയിൽ സപ്പോർട്ട്. പിന്നെ വീട്ടില് അമ്മ അച്ഛനുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഫ്രണ്ട്സ് ആരൊക്കെ സപ്പോർട്ടിങ് ചെയ്യുന്നത്? എനിക്ക് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സും ബാക്കിയുള്ള ടീച്ചറൊക്കെ നല്ല സപ്പോർട്ടീവാണ്. ടീച്ചറാണ് പ്രമീള ടീച്ചറാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്യണത്. ഈ തബലയായിരുന്നാലും ഡ്രമ്മിലായിരുന്നാലും ടീച്ചറാണ് എല്ലാത്തിനും സപ്പോർട്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ ആദീഷ് പറഞ്ഞല്ലോ ശിവമണി സാറാണ് ഇൻസ്പയർഡ് ആയിട്ട്, പുള്ളീനെ കണ്ടിട്ടാണ് ആദീഷിന് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വന്നത്, ഡ്രംസിനോടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ആദ്യമായിട്ട് എന്ത് ഷോ പുള്ളിയുടെ കണ്ടിട്ടാണ് ആദീഷിന്? ഒരു സോളോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനായി ഞാൻ യൂട്യൂബിൽ നോക്കി വന്നപ്പോൾ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് കണ്ടാണ് എനിക്ക് എല്ലാം ഡ്രമ്മും ഫുള്ള് സെറ്റ് എല്ലാം സിറ്റി സിമ്പലും ടോമും എല്ലാം ഇങ്ങനെ വെച്ചപ്പോൾ ഒരു ആഗ്രഹം, എനിക്കും കൂടെ അതൊന്ന് പഠിക്കണം. അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്തൊന്ന് പഠിക്കണത് കാര്യങ്ങൾ. തബലയാണെന്നാലും എനിക്ക് സക്കീർ ഹുസൈൻ സാറിന്റെ ഇതൊക്കെ ഇഷ്ടമാണ്, ചില നോട്ട്സും ഒക്കെ. അപ്പൊ എനിക്ക് അങ്ങനെയാണ് സക്കീർ ഹുസൈൻ്റെ ഇതുമായിട്ടാണ് എനിക്ക് തബല അതാണ് പഠിച്ചത്. ഇപ്പൊ എനിക്ക് എന്നെ പഠിപ്പിക്കുന്ന ജിതിൻ സാർ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ തബല ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. സക്കീർ ഹുസൈൻ സാറിന്റെ അനിയന്റെ ശിഷ്യനാണ്. ഗുരുക്കന്മാരെല്ലാരും നല്ല ഒരു ബേസ് ഉള്ള, ഐ മീൻ നല്ലൊരു ഇതായി ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അദ്ദേഹത്തിന്റെ ശിഷ്യ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതെ. അപ്പം അതിന് എന്നെ കലോത്സവത്തിനായിരുന്നാലും നോട്ടൊക്കെ എനിക്ക് കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തരും. തെറ്റുന്ന സ്ഥലമൊക്കെ എനിക്ക് കറക്റ്റ് പോയിന്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇന്നൊന്നും പോകും, പ്രാക്ടീസിന് പോകും. കാട്ടാക്കടയാണ് സാർ താമസിക്കുന്നത്. ഇനിയിപ്പോൾ തുടർന്ന് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനാണ് ആദീഷിന് താല്പര്യം? ഗിറ്റാർ പഠിക്കണം താല്പര്യം. ഗിറ്റാർ, സ്ട്രിങ് റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ ഡ്രംസിൽ നിന്ന് ഒരു സ്ട്രിങ്ങിലോട്ടുള്ള ഒരു മാറ്റം. ബേസ് ഗിറ്റാർ.
പെർഫോമൻസ് ആയിരുന്നു, ലൈക്ക് വെരി ഗുഡ്. നല്ലൊരു പെർഫോമൻസ് ആണ് ആദിഷ് ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചത്. ശിവമണി സാറിൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് തന്നെ ഇത് പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നും അതുപോലെ തന്നെ നല്ലൊരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. ആദിഷ് എവിടെ നിന്നാണ് വരുന്നത്? കാട്ടാക്കട കുറ്റിച്ചൽ നിന്നാണ് വരുന്നത്. കാട്ടാക്കട കുറ്റിച്ചൽ. കാട്ടാക്കട കുറ്റിച്ചലിൻ്റെ പ്രത്യേകത എന്താണ് അവിടുത്തെ? കലാകാരന്മാരാണ് കൂടുതൽ, ഒത്തിരി കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ്. ആനപരിപാല കേന്ദ്രമൊക്കെ അടുത്താണ്. ആന പാർക്ക്. അപ്പോൾ സ്കൂളിംഗ് അവിടെ തന്നെയാണ്. ബോയ്സ് ഹയർ സെക്കൻഡറി മിക്സഡ് ആണ്. ഓക്കെ. അപ്പോൾ ചെറുതിലെ മുതൽ അവിടെ തന്നെയാണോ അതോ? അല്ല, ഞാൻ ചെറുതിലെ വില്ലാ നസ്രത്തിലായിരുന്നു അനിയൻ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് കലോത്സവത്തിന് വേണ്ടിയാണ് വന്നതല്ലേ? അപ്പോൾ പഠിക്കാനൊക്കെ പോകുന്നതൊക്കെ അവിടെയാണോ? കാട്ടാക്കടയിലാണോ? അതായത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാൻ പോകും. ഓക്കെ. അപ്പോൾ ഇത്രയും ടാലന്റഡ് ആയതുകൊണ്ട് തന്നെ വലിയൊരു കലാകുടുംബത്തിൽ നിന്നായിരിക്കുമല്ലോ ആദിഷ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പപ്പയാണ് അച്ഛൻ്റെ ചേട്ടൻ, വലിയച്ഛൻ പപ്പയാണ് എന്നെ തബലയൊക്കെ അങ്ങനെ ആദ്യം കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പം പപ്പ വഴിയാണ് ഞാൻ തബല ഇതായിട്ടുള്ള ഇൻസ്പയർ ഒക്കെ ആയത്. പപ്പ പണ്ട് തബലയൊക്കെ വായിക്കും, സ്റ്റേജ് ഷോയിലൊക്കെ വായിക്കും. പപ്പയാണ് എന്നെ ആദ്യം കൊണ്ട് തബലയിൽ ഇരിക്കുന്നത് നോട്ട് പറഞ്ഞു തരുന്നത്, താളയിട്ട് തരുന്നത്, കൗണ്ട് ചെയ്ത് തരുന്നത് എല്ലാം പപ്പയാണ്. ഞാൻ കൊച്ചിലെ ചെറുതില്ലേ, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ഇവരെടുത്തിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ പപ്പയായിട്ട് കയ്യിലേക്കുന്നത്, കൈ വെച്ച് പഠിപ്പിച്ചു തരണത്, നോട്ട് പഠിപ്പിച്ചു തരണതല്ല. അങ്ങനെ. പിന്നെ വേറെ ആരെങ്കിലും ഫാമിലിയിൽ ഇതുപോലെ പെർക്യൂഷനിസ്റ്റ്സ് ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ പാടും. പിന്നെ ബ്രദർ പാടും. എടുത്തൊക്കെ നോക്കിയാൽ കാണാം. എല്ലാവരും ടാലന്റഡ് ആണ്. സ്കൂളിൽ എങ്ങനെയാണ്? ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. ടീച്ചർമാരൊക്കെ കലോത്സവത്തിനൊക്കെ ഞാൻ പങ്കെടുക്കണമെന്നുണ്ട്. എല്ലാവർക്കൊക്കെ സപ്പോർട്ടാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നാലും പ്രമീല ടീച്ചർ, ടിമിൻ സാറൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിനൊക്കെ നിൽക്കും. പ്രിൻസിപ്പാള്, കല ടീച്ചറൊക്കെ നമ്മൾ എല്ലാം തബലയൊക്കെ ആയതുകൊണ്ട് കലാപരമായ ടീച്ചറൊക്കെ സപ്പോർട്ടാണ് എല്ലാവരും. കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ കൊണ്ടൊക്കെ പോകും. കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്നാലും ടീച്ചർമാരെ കാണുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ടീച്ചർമാർ തബലയെ പറ്റി പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ കാണുമ്പോൾ സന്തോഷവും. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ആദിഷിൻ്റെ. അടുത്തതായി ഒരു തബല പെർഫോമൻസ് കാണാം ആദിഷിൻ്റെ.
daadi da katta dir dir daadi dir daadi dir daadi da katta dir dir daadi dir daadi dir daadi da ഇന്ന് ഇവിടെ എല്ലാ പെർഫോമൻസ് ആദിശ് ചെയ്തത് വളരെ നന്നായിരുന്നു. തബലയായാലും ഡ്രംസ് ആയാലും ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. നാളെ ഒരു പ്രൊഫഷണൽ ശിവമണി സാറിനെ പോലെ തന്നെ വളരെ ഒരു ഫേമസ് ആയിട്ട് ഇന്ത്യയിൽ നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പെർക്യൂഷനിസ്റ്റ് ആവട്ടെ. കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കട്ടെ. എല്ലാവിധ നല്ല ആശംസകൾ നേരും. സോ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് കൃഷ്ണ.